സോഴ്സ്, ഫണ്ടില്ല, കാശില്ല. We don't have enough money. നമ്മുടെ കാശില്ല. അമ്മ ഇത്രയും പേർക്ക് തിന്മാൻ കൊടുക്കുവാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ല. ഒരു പറയുന്നു 5 അപ്പവും 2 മീനേ ഉള്ളൂ. അമ്മ അത് എന്തുള്ളൂ എന്ന് ചോദിക്കുകയാ. യേശു പറയുകയാണ് അമ്മ എന്ത് ചെയ്തു? പന്തിയായി ഇരുത്തുവിൻ. It's a commanding. It's an ordering. അമ്മ യേശു കൽപ്പിക്കുകയാണ്. അമ്മ you have to make it. നീ അത് ചെയ്യ എന്ന് പറഞ്ഞ് യേശു കൽപ്പിക്കുകയാ. അമ്മ പന്തിയായി 50 പേരെ വീണു പന്തി ഇരിക്കുവാൻ കൽപ്പിച്ചപ്പോൾ 12 ശിഷ്യന്മാരും they obey him. അവൻ അനുസരിച്ചു. അമ്മ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞ ഫിലിപ്പോസ് റിജക്ട് ചെയ്തില്ല. അവൻ പണമില്ലെന്ന് പറഞ്ഞ യൂദ റിജക്ട് ചെയ്തില്ല. അവൻ അനുസരിച്ചു. എന്ത് നടക്കാൻ പോകുമെന്ന് അവനോട് ചോദിക്കാതെ വണ്ണം അവൻ അനുസരിച്ചു. അവൻ എലീശയുടെ ബാല്യക്കാരൻ പറയുകയാണ് അവൻ എന്തോളൂ എന്ന് ചോദിച്ചു. എന്നാ അവൻ കൊടുക്കാൻ പറഞ്ഞപ്പോ he obeyed him. അവനെ അനുസരിച്ചു. ഇത് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞ ദൂത അവൻ ഇന്ന് പകലിൽ അവൻ നിന്റെ മേൽ അല്പമേ ഉള്ളൂ. അവൻ നിന്റെ മേൽ കുറവാണ്. അവൻ ഒട്ടുമില്ല. അവൻ ഇന്ന് പകൽ പരിശുദ്ധ പറയുന്നു അവൻ നീ ദൈവത്തെ അനുസരിക്കുക. ദൈവം നിന്റെ കുറവുകളെ നികത്തും. ദൈവം നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും. ദൈവം നിന്റെ വിഷയങ്ങളെ മേൽ ഇടപെടും. നീ അനുസരിക്കുക. അവനെ അനുസരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇത് പകൽക്കാലം അവൻ തീരുമാനമെടുക്കുക. ഞാൻ അനുസരിക്കാൻ വേണ്ടി പോകുകയാണ്. എന്നോട് പറഞ്ഞ ദൂത, എന്നോട് ദൈവം പറഞ്ഞ ആലോചന ഞാൻ അനുസരിക്കും. അനുസരിച്ചാൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്താ നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം പുനരുദ്ധാനം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രശ്നം ദൈവം മടങ്ങി വരുമെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രശ്നം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനങ്ങൾ അറിയാം. നമ്മുടെ പ്രശ്നം ഇട്ടപ്പെട്ട കേട്ട് തഴമ്പിച്ചിരിക്കുകയാ. എന്നാൽ യേശു മാർത്തിയോട് മറിയോട് പറയുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പുനരുദ്ധാനം ഉണ്ടെന്നുള്ളത് നിൽക്കട്ടെ. അത്ഭുതം നടക്കുന്നുള്ളത് നിൽക്കട്ടെ. ഇത് പകൽക്കാല ദൈവമാ ചോദിച്ച വിഷയം ഈ കല്ലറയുടെ മുമ്പിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ് 4 നാളായി നാറ്റം വമിച്ച കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ് വിശ്വസിച്ചാൽ മതി. ദൈവപ്രവൃത്തി സംഭവിക്കും. പുറത്തു വാ എന്ന് കൽപ്പിക്കുന്നതിന് മുമ്പ് സഹോദരിമാർ വിശ്വസിച്ചു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു. എങ്ങനെ? സാഹചര്യങ്ങൾക്ക് വിരോധമായി. അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആശയ്ക്ക് വിരോധമായി ആശയോടുകൂടെ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ആശയ്ക്ക് വിരോധമായി ആശയോടുകൂടെ വിശ്വസിക്കുവാൻ ഈ പകൽക്കാലം സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവ പ്രവൃത്തി നമുക്ക് അനുകൂലമായി വെളിപ്പെടും. എത്ര വരുന്ന പകൽക്കാലം എന്നോട് ചോദന പറയും അപ്പാ ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ വീടിനകത്ത് സാഹചര്യങ്ങൾ മോശമാണ്. എന്റെ കയ്യിൽ നന്മകളില്ല. അല്പമേയുള്ളൂ. എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാ. അല്പം ശക്തിയുള്ളൂ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. അല്പം ബലമേയുള്ളൂ. എങ്ങനെ നിൽക്കണമെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം യേശു നിന്നോട് പറയുകയാണ് മോനെ നീ ചെയ്യ, നീ അനുസരിക്കട്ടെ. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഞാൻ പറഞ്ഞാൽ 50 പേരായി 5000 പുരുഷന്മാർ പോലെ ഇരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് 5 അപ്പം എടുത്ത് 2 മീനും എടുത്ത് വാഴ്ത്തി നുറുക്കുന്ന യേശുവിന്റെ മുമ്പിൽ വിളമ്പുവാനുള്ള കൊട്ടകളുമായി നിൽക്കുന്ന ശിഷ്യന്മാരെ ഓർത്ത് നോക്കിക്കേ. മനോഭാവം ഓർത്ത് നോക്കിക്കേ. കൊട്ടയുമായി നിൽക്കുകയാ. കയ്യിൽ 5 അപ്പം 2 മീനേ ഉള്ളൂ. ഇത് വർദ്ധിക്കുമെന്നോ എന്ന് ഉറക്കപ്പെടുമെന്ന് സംഭവിക്കുന്ന അറിയത്തില്ല. എന്താ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. സ്വർഗത്തിലേക്ക് നോക്കി കരങ്ങളിലെടുത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അത് നുറുക്കുകയാ. നുറുക്കിയിട്ട് ഇവരുടെ കൊട്ടയ്ക്കകത്തേക്ക് പകർന്നു കൊടുക്കുമ്പോ അവനറിയാം ഇത് 5 ഫിലിപ്പോസിന് അറിയാം ഇത് 5 അപ്പമേ ഉള്ളൂ. ഓരോ ശിഷ്യന്മാർക്കും അറിയാം 5 അപ്പമേ ഉള്ളൂ. എന്നാൽ ഇത് മേടിച്ചിട്ട് ഈ ഇരിക്കുന്ന ജനത്തെ ഫേസ് ചെയ്ത് വിളമ്പാൻ പോകുന്ന ആ ശിഷ്യന്മാരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു കോൺഫിഡൻസ്.
മനസ്സിലാകും. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാനും നിങ്ങളുമാണെങ്കിൽ ഈ കൊട്ട എടുത്തുകൊണ്ട് പോവാം. ഹല്ലേലൂയ. യേശു വായ്ക്ക് തുറക്കിയത് ആമേൻ ഈ കൊട്ടക്കകത്തേക്ക് വീഴുമ്പോൾ അതിന് സംഭവിക്കുന്നില്ല. അത് നുറുക്കപ്പെട്ട അപ്പങ്ങളായി കൊട്ടക്കകത്ത് വീണതാ. ഈ കൊട്ടക്കകത്ത് വീണ ഈ നുറുക്കപ്പെട്ട അപ്പം എടുത്തുകൊണ്ട് 5000 പേര് പോയി പുരുഷന്മാർ ഇരിക്കുന്ന ആ വലിയൊരു ജനസംഖ്യത്തെ നോക്കിക്കൊണ്ട് ഈ കൊട്ടയുമായി പോകാനുള്ള അവരെ മേൽ വ്യാപരിക്കുന്ന ഒരു ബലമുണ്ടല്ലോ, അവരെ മേൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. ഇത് പകലിൽ പരിശുദ്ധമായി നമ്മോട് പറയുന്നത് മോനെ മോനെ അവൻ ദൈവത്തിൽ നിന്ന് ഇത് കയ്യിലുള്ള അല്പം എടുത്തുകൊണ്ട് അവൻ ലെറ്റ്സ് ഫേസ് ടു ദി സിറ്റുവേഷൻ. ആമേൻ. ഇത് പകൽ അവന്റെ വിഷയത്തെ നീ ഫേസ് ചെയ്യുക. ആമേൻ. അതിന്റെ മുഖത്തേക്ക് നോക്കി നീ നടക്കുക. ആമേൻ. അതിന്റെ മുഖത്തേക്ക് നോക്കി നീ പകൽക്കാലം അവൻ നീ തിരിയുക. അവൻ നിന്റെ മുഖം അത് ഫേസ് ചെയ്യണ്ട. ആമേൻ. ദൈവ പ്രവൃത്തികൾ സംഭവിക്കും. Let's start today. Hallelujah. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ബലമുണ്ട്, അവൻ ശക്തിയുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അവൻ when they turning back to our audience. Hallelujah. എപ്പോഴാണോ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ ദൈവത്തിന്റെ അവൻ ഇരുട്ടപ്പെട്ട ജനത്തിലേക്ക് ടേൺ ചെയ്യുന്നത്, ആ നോട്ടമുണ്ടല്ലോ, ആ നോട്ടം വിശ്വാസത്തെ ചോർത്തിക്കളയത്തക്ക നിലയിൽ ആ ബലമുള്ള അവസ്ഥയാണ്. Hallelujah. ഈ ഒരു ടേണിംഗ് പോയിന്റ്, അവയൊരു ടേണിംഗ് അവന്റെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കുന്നതാണ്. ഈ ഒരു ടേണിംഗ് അവന്റെ ജീവിതത്തിനകത്ത് ശൂന്യതയെ കൊണ്ടുവരുന്നതാണ്. എന്നാൽ ഈ ടേണിംഗിനകത്ത് അവൻ ഇവിടെ നിന്നും പ്രാപിച്ച, അവൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ച ആ ഒരു ബലം, ആ ഒരു ശക്തി അവൻ ഈ ടേണിംഗിനകത്തേക്ക് അവർ കടത്തി വിട്ടപ്പോ അവർക്ക് മനസ്സിലായി ഇത് ദൈവ പ്രവൃത്തിയാണ്. ഒരാൾക്ക് വിളമ്പി അടുത്താക്ക് വിളമ്പുവാൻ തുടങ്ങുമ്പോ അവൻ അത്ഭുതം കൈ കണ്ടു. Hallelujah. Hallelujah. ആമേൻ. നിന്ദിക്കപ്പെടത്തില്ലെന്നും ആമേൻ വീണു പോകത്തില്ലെന്നും ലജ്ജിക്കത്തുമില്ലെന്നും അവൻ ആ മുഖത്തു നിന്ന് കേട്ടതുകൊണ്ട്, ആ മുഖത്തു നിന്ന് അനുഭവിച്ചതുകൊണ്ട് വിശ്വാസത്തോടെ ഈ കൊട്ടയ്ക്കകത്തു നിന്നും എടുത്ത് അടുത്ത ആളിലേക്ക് കൊടുക്കുമ്പോ അവന്റെ ജീവിതത്തിനകത്ത് വ്യാപരിച്ച ഒന്നാണ് വിശ്വാസം. അവൻ ഇല്ലായ്മയിൽ നിന്നും എടുക്കത്തക്ക നിലവാരത്തിൽ അവൻ ധൈര്യം കാണിച്ച ഒന്നാണ് വിശ്വാസം. അവൻ ഇത് ദൈവം പറയുക, അവൻ ഈ ധൈര്യത്തോടുകൂടെ അവൻ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കൈവെക്ക്, അവൻ എടുത്തു പകരാൻ തുടങ്ങുക. അത് ദൈവപ്രവൃത്തി സംഭവിക്കും, ദൈവപ്രവൃത്തി സംഭവിക്കും. ഇന്ന് പകൽക്കാലം എത്ര വിശ്വസിക്കുന്നുണ്ട്? അവൻ എലീശയുടെ കൂടെ ബാല്യക്കാരൻ ഓർത്ത് നോക്കിക്കേ. എലീശ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് സാക്ഷാ ക്രിസ്തുവ പറയുന്നത്, അവൻ സാക്ഷാ ക്രിസ്തുവ പറയുന്നത്. ആ ക്രിസ്തു പറഞ്ഞിട്ട് അവന്റെ ശിഷ്യന്മാർ ചെയ്യുക. എന്നാ അവൻ എലീശ ഇവിടെ ബാല്യക്കാരൻ പറയുക. അവൻ ബാല്യക്കാരനോട് പറയുമ്പോ ഒരു മടിയും കൂടാതെ അവൻ 100 പേരെ ഫേസ് ചെയ്യാൻ പോയി. ആമേൻ. എങ്ങനെ സാധിച്ചു? അവനറിയാം അഭിഷേകത്തിന്റെ ഒരുവന്റെ കൂടെ നിൽക്കുന്നത്. അവൻ ഞാനാ വിളമ്പുന്നതെങ്കിലും അവൻ എന്നെ വിളമ്പാൻ പറയുന്ന ഒരുവന്റെ മേൽ ഇരട്ടി അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം എത്ര മനസ്സിലാക്കുന്നുണ്ട്? മനസ്സിലാക്കുന്നുണ്ട്. ഈ പകൽക്കാലം നമ്മുടെ മേലോ നമ്മളോട് ഇത് പകൽക്കാലം പറയുന്നത് അവൻ സാക്ഷാ ക്രിസ്തു പറയുക. അവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഇത് പ്രശ്നത്തിന് പരിഹാരം ഞാൻ തരാമെന്ന് ആ ദൈവം പറയുന്നത്. അങ്ങനെ ഇത് പകൽക്കാലം ഒരു മടിയും കൂടാതെ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് ഇത് പകൽക്കാലം ഒന്ന് നോക്കിയിട്ട് ധൈര്യത്തോടുകൂടെ നിന്റെ പ്രശ്നത്തിലേക്ക് നീ തിരിയുക. ദൈവം അതിനെ അനുകൂലമാക്കി മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാനുള്ള ഈ ആഴ്ചയുടെ ഈ മാസത്തിന്റെ 1ാമത്തെ ആഴ്ച ഈ സഭായോഗത്തിനകത്ത് ദൈവത്തിന്റെ തിരുമേശ അവൻ നമ്മുടെ മധ്യേ ഉള്ളപ്പോ അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയാനുള്ള ദൂത്, അവൻ നിന്റെ കുറവുകളെ നികത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകലിനോടൊപ്പം ഉണ്ട്. പറഞ്ഞ കഴിവുകേടുകളെ കഴിവുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം, നിന്റെ ഇല്ലായ്മയുടെ അവസ്ഥകളെ ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം, നിന്റെ ബലഹീനതകളെ ബലമുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം.
ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. കണ്ണിന് കണ്ടച്ചിന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ മുഖത്തേക്ക് പകൽക്കാലം ഒന്ന് നോക്കി. അപ്പാ അവൻ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ബാല്യക്കാരനെ പോലെ അവൻ 20 യമത്തപ്പമേ ഉള്ളൂ. അമ്മേ, അതുകൊണ്ട് 100 വരെ ഫേസ് ചെയ്യുവാൻ ആ ബാല്യക്കാരൻ കാണിച്ച ധൈര്യം, അവന്റെ വിശ്വാസം ഇന്ന് പകൽക്കാലം എന്റെ അവൻ ചലിക്കട്ടെ എന്ന് അവ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട. 5 അപ്പവും 2 മീനും ഉള്ളൂ എന്ന് സാക്ഷി പറഞ്ഞ ഫിലിപ്പോസ്, ഹല്ലേലൂയ, യേശു വാഴ്ത്തി നുറുക്കി കൊടുത്ത അപ്പക്കഷ്ണങ്ങൾ അമ്മ എടുത്തുകൊണ്ട് അപ്പ ആ ഫിലിപ്പോസ് ജനത്തെ ഫേസ് ചെയ്യുമ്പോൾ വ്യാപരിച്ച വിശ്വാസത്തിന്റെ ഒരു അഭിഷേകം ഇന്ന് പകൽ എന്റെ മേൽ വ്യാപരിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. അത്ര വരുന്ന പകൽക്കാല പ്രകാരം ഒന്ന് പ്രാർത്ഥിക്കും. അപ്പ I need a strength. Hallelujah. I need a belief. I need a faith.